ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം 70-ാമത്തെ ഭാഗമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അതായത് ചതുർത്ഥസ്കന്ധം 3-ാമത്തെ അധ്യായം സതി രുദ്ര സംവാദമാണ് നാം ഇന്ന് വിശദീകരിക്കുന്നത്. ദക്ഷയാഗത്തിലേക്ക് എത്തിയ പ്രജാപതിമാരുടെയും ദേവന്മാരുടെയും ഒക്കെ മുന്നിൽ ശിവഭഗവാനെ ദക്ഷൻ വളരെയധികം ആക്ഷേപിക്കുകയും നിന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നു. കാരണം ദക്ഷൻ കടന്നു വന്നപ്പോൾ ശിവഭഗവാൻ എഴുന്നേൽക്കാത്തതാണ്. മഹാശിവനായ ദേവാദിദേവനായ ശിവഭഗവാൻ എഴുന്നേൽക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു. എന്നാൽ ശരീരബോധത്തിന്റെ ആ ഒരു പാരമ്യത്തിൽ അഹംബോധത്തിൽ നിന്നിരുന്ന ദക്ഷൻ ഭഗവാനെ നിന്ദിക്കുന്നു, അവസാനം ശപിക്കുക കൂടി ചെയ്യുന്നു. ഇതിൽ ക്ഷുഭിതനായ നന്ദികേശ്വരൻ ദക്ഷനെയും അദ്ദേഹത്തിന്റെ അനുകൂലികളായിട്ടുള്ള ബ്രാഹ്മണരെയും ഒക്കെ ശപിക്കുന്നു. അവരജ്ഞാനികളായി പോകട്ടെ, അവർ വേദങ്ങളിൽ മാത്രം ചുറ്റിത്തിരിഞ്ഞ് ശരീരബോധത്തിൽ മാത്രം ജീവിച്ച് സത്യത്തെയും തത്വത്തെയും അറിയാതെ ആത്മബോധമില്ലാതെ ജീവിക്കുന്നവരായി തീരട്ടെ എന്ന് ശപിക്കുമ്പോൾ അവിടെ സന്നിഹിതരായിരുന്ന ബ്രാഹ്മണരെയൊക്കെ ശപിച്ചത് കേട്ട് ഭൃഗു മഹർഷി നന്ദികേശ്വരനെയും ശിവഭഗവാനെയും ഭൂതഗണങ്ങളെയൊക്കെ വീണ്ടും ശപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ശാപഭൂമിയായി മാറിയ ആ ദക്ഷയാഗത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ഭാഗത്തിൽ വിവരിച്ചത്. ഇന്ന് നമുക്ക് സതീദേവിയും രുദ്രഭഗവാനും തമ്മിലുള്ള സംവാദത്തെക്കുറിച്ച് നോക്കാം. ദക്ഷൻ ശ്രീ പരമേശ്വരനിൽ ദിവസം പ്രതി വിദ്വേഷം വളർത്തി അങ്ങനെ വരികയാണ്. അങ്ങനെ കുറെ കാലം കഴിഞ്ഞു. ബ്രഹ്മാവ് ദക്ഷനെ പ്രജാപതികളുടെ അധിപതിയായി അഭിഷേകം ചെയ്തു. അത് ദക്ഷന് അഹങ്കാരം വർദ്ധിക്കാൻ ഒരു കാരണമായി തീർന്നു. എല്ലാ പ്രജാപതികളുടെ അധിപതിയായി ദക്ഷനെ അഭിഷേകം ചെയ്തത്. അദ്ദേഹം ശിവനെ ക്ഷണിക്കാതെയും ഹവിർഭാഗം നൽകാതെയും വാജപേയം എന്ന യാഗം ചെയ്തു. അതിനുശേഷം കുറെ കൂടി ഉത്കൃഷ്ടമായ ബൃഹസ്പതി സവം എന്ന യാഗം ചെയ്യാൻ ആരംഭിച്ചു. ആ യാഗത്തിൽ ബ്രഹ്മർഷിമാർ, ദേവർഷിമാർ, പിതൃക്കൾ, ദേവന്മാർ മുതലായവരും അവരുടെ പത്നിമാരും പങ്കെടുത്തിരുന്നു. കൈലാസ പർവ്വതത്തിന് മുകളിലൂടെ വിമാനത്തിൽ പോകുന്ന ദേവസ്ത്രീകൾ തമ്മിൽ തമ്മിൽ പറയുന്നത് കേട്ടിട്ടാണ് അച്ഛൻ യാഗം ചെയ്യുന്ന വിവരം സതീദേവി അറിഞ്ഞത്. ദക്ഷൻ തന്നെ ശകാരിച്ചതും ശപിച്ചതും സതീദേവിയോട് മഹാദേവൻ പറഞ്ഞിരുന്നില്ല. എന്തിനാണ് സതീദേവിയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് എന്ന് വിചാരിച്ചാണ് ഭഗവാൻ വിവരം പറയാഞ്ഞത്. യാഗത്തിന്റെ വിവരം കേട്ടപ്പോൾ അച്ഛൻ തങ്ങളെ ക്ഷണിക്കാൻ മറന്നുപോയതായിരിക്കുമെന്ന് കരുതിയ സതീദേവി തന്റെ ഭർത്താവായ ശ്രീ പരമേശ്വരനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ദേവ, അങ്ങയുടെ ഭാര്യാപിതാവായ ദക്ഷ പ്രജാപതി ഒരു യജ്ഞമഹോത്സവം ആരംഭിച്ചിരിക്കുന്നത്രേ. അതിൽ പങ്കെടുക്കുവാനാണ് ഈ ദേവന്മാരും ദേവസ്ത്രീകളുമെല്ലാം ഇങ്ങനെ പോകുന്നത്. നമുക്കും യാഗത്തിന് പോകാം. എൻ്റെ 15 ചേച്ചിമാരും ഭർത്താക്കന്മാരോടൊന്നിച്ച് യാഗത്തിന് വരും. എനിക്കും അങ്ങയോടൊന്നിച്ച് യാഗത്തിൽ പങ്കെടുത്താൽ കൊള്ളാമെന്നും അവിടുത്തെ സൽക്കാരം സ്വീകരിച്ചാൽ കൊള്ളാമെന്നും ആഗ്രഹമുണ്ട്. വളരെ കാലമായില്ലേ അമ്മയെയും വലിയമ്മമാരെയും ആഹൂതി, ദേവഹൂതി തുടങ്ങിയ വലിയമ്മമാരെയും എൻ്റെ സഹോദരിമാരെയും ഒക്കെ കണ്ടിട്ട്. അവരെയെല്ലാം കണ്ടാൽ കൊള്ളാമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. മഹർഷിമാരുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന യാഗവും കാണണമെന്നുണ്ട്. സ്വന്തം യോഗമായ പ്രഭാവത്തെയും സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങളുടെ വികാരമായ ഈ പ്രപഞ്ചം സർവേശ്വരനായ അങ്ങയിലാണ് സത്യമെന്ന പോലെ തോന്നപ്പെടുന്നത് എന്നത് വാസ്തവം തന്നെ. എങ്കിലും ഞാൻ ഒരു സാധാരണ സ്ത്രീയല്ലേ. അവിടുത്തെ പരമാത്മ തത്വത്തെ വേണ്ട പോലെ അറിയാത്തവളല്ലേ.
എനിക്ക് അച്ഛൻ്റെ ഗൃഹത്തിലേക്ക് പോയാൽ കൊള്ളാമെന്ന ആഗ്രഹം പ്രബലമായിട്ട് തോന്നുന്നു. അച്ഛനോട് വിശേഷിച്ച് യാതൊരു ബന്ധവുമില്ലാത്ത അന്യ സ്ത്രീകൾ പോലും നല്ല വസ്ത്ര ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഭർത്താക്കന്മാരോടൊന്നിച്ച് വിമാനത്തിൽ പോകുന്നത് നോക്കൂ. അച്ഛൻ്റെ ഗൃഹത്തിൽ നടക്കുന്ന വിശേഷത്തിൽ പങ്കെടുക്കണമെന്ന് മകൾക്ക് തോന്നുന്നത് സ്വാഭാവികമല്ലേ ദേവ? നമ്മളെ ക്ഷണിച്ചിട്ടല്ലല്ലോ. എന്നാണെങ്കിൽ സ്നേഹിതകൾ, ഭർത്താവ്, ഗുരു, അച്ഛൻ ഇവരുടെ ഗൃഹങ്ങളിലേക്ക് ക്ഷണിച്ചില്ലെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോകാമെന്നല്ലേ? ഞാൻ ആവശ്യപ്പെടാതെ തന്നെ ശരീരത്തിൻ്റെ പകുതി എനിക്ക് തന്ന അപാര കരുണാനിധിയല്ലേ അവിടുന്ന്? അതിനാൽ അച്ഛൻ്റെ ഗൃഹത്തിലേക്ക് പോയാൽ കൊള്ളാമെന്ന എൻ്റെ അഭീഷ്ടത്തെ സാധിപ്പിച്ചു തരുവാൻ അവിടത്തേക്ക് ദയയുണ്ടാകില്ലേ എന്ന് സതീദേവി ഭഗവാനോട് ചോദിക്കുകയാണ്. ഇങ്ങനെ സതീദേവി അപേക്ഷിച്ചപ്പോൾ പണ്ട് പ്രജാപതികളുടെ യാഗശാലയിൽ വെച്ച് ദക്ഷൻ തന്നെ അധിക്ഷേപിച്ചതും ശപിച്ചതും ഓർമ്മ വന്നതിനാൽ പരമശിവൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, മംഗളസ്വരൂപിണിയായ സതീദേവി, ഭവതി പറഞ്ഞത് ശരിയാണ്. ബന്ധുക്കളുടെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചില്ലെങ്കിലും പോകാം. പക്ഷേ ആ ബന്ധുക്കൾ വർദ്ധിച്ച ശരീരാഭിമാനമുള്ള ഗർവിനാലോ വിദ്വേഷത്താലോ നമ്മളിൽ കുറ്റം ആരോപിക്കാത്തവരായിരിക്കണം ദേവി. എന്നാലേ അവരുടെ ഗൃഹത്തിൽ പോകുന്നത് ഉചിതമാകൂ. വിദ്യ, തപസ്, ധനം, സൗന്ദര്യം, യൗവനം, കുലമഹിമ ഇവയെല്ലാം സജ്ജനങ്ങൾക്ക് ശ്രേയസ്കരമാണ്. എന്നാൽ ഈ യോഗ്യതകൾ തന്നെ ദുർജനങ്ങൾക്ക് അഹങ്കാരം വർദ്ധിപ്പിക്കുവാനും കാരണമാകുന്നു. തന്നേക്കാൾ ശ്രേഷ്ഠന്മാരെ കാണുവാനുള്ള വിനയം നഷ്ടപ്പെടാനും പലപ്പോഴും ഈ ശരീരബോധം കാരണമാകാറുണ്ട്. ഇങ്ങനെയുള്ള അഹങ്കാരികളുടെ ഗൃഹങ്ങളിലേക്ക് ക്ഷണിച്ചാൽ പോലും പോകാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സ്വന്തം ഗൃഹത്തിലേക്ക് വരുന്നവരെ ആ തരക്കാർ വക്രദൃഷ്ടിയോടെ നോക്കുകയുള്ളൂ. ആ നോട്ടം കണ്ടില്ലെന്ന് നടിച്ചുകൂടെ എന്നാണെങ്കിൽ പിന്നീട് അവർ കഠിനമായ വാക്കുകളെ കൊണ്ട് നമ്മുടെ ഹൃദയം പിളർക്കും. ശത്രുവിൻ്റെ ബാണമേറ്റ് യുദ്ധക്കളത്തിൽ വീണു പിടയുമ്പോൾ അനുഭവപ്പെടുന്ന വേദന സഹിക്കാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ ദുർജനങ്ങളുടെ ദുർവാക്കുകളെ കൊണ്ട് ഹൃദയം പിളരുമ്പോഴുണ്ടാകുന്ന വേദനയില്ലേ, അത് താങ്ങാൻ കഴിയില്ല ദേവി. ഭവതി ദക്ഷ പ്രജാപതിയുടെ വാത്സല്യഭാജനമായ ഓമനപുത്രി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അവിടെ ചെന്നാൽ സ്നേഹവും വാത്സല്യവുമല്ല, തിരസ്കാരവും അപമാനവുമായിരിക്കും കിട്ടുക. സതി എന്നെ ഭർത്താവായി വരിച്ചതിനെ പറ്റിപ്പോലും ദക്ഷൻ ദുഃഖിതനാണ്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ദക്ഷന് എൻ്റെ നിലയിലേക്ക്, അതായത് ആത്മരാമാവസ്ഥ എന്നുവെച്ചാൽ ആത്മാരാമനാകുവാനുള്ള അവസ്ഥയിലേക്ക് ഉയരുവാൻ കഴിയുന്നില്ല. അതിനാലുള്ള അസൂയ കൊണ്ടാണ് അദ്ദേഹം എന്നെ ദ്വേഷിക്കുന്നത്. വിഷ്ണു ഭഗവാനെ അകാരണമായി അസുരന്മാർ ദ്വേഷിക്കുന്നത് പോലെയാണത്. ദക്ഷനെതിരായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പ്രജാപതികളുടെ യാഗത്തിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ എഴുന്നേറ്റ് ബഹുമാനിച്ചില്ല എന്നതാണ് എനിക്കെതിരായിട്ടുണ്ടായ ആക്ഷേപം. മറ്റുള്ളവരെ കണ്ടാൽ എഴുന്നേൽക്കൽ, തൊഴൽ, അഭിവാദനം ചെയ്യൽ, നമസ്കരിക്കൽ ഇവയെല്ലാം അന്തര്യാമിയായ ആത്മാവിനെ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. അല്ലാതെ ശരീര അഭിമാനികളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയല്ല. സത്വഗുണപ്രധാനമായ അന്ധഃകരണത്തിൽ പ്രതിഫലിക്കുന്ന പരമാത്മ ചൈതന്യമാണ് വാസുദേവൻ. ഇന്ദ്രിയജ്ഞാനത്തിന് അതീതനും സർവേശ്വരനുമായ ഭഗവാൻ വാസുദേവനെ ഞാൻ എപ്പോഴും മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എനിക്ക് ദക്ഷനെ വണങ്ങേണ്ട ആവശ്യമില്ല. പ്രജാപതികളുടെ യാഗശാലയിൽ വെച്ച് എന്നെ നിന്ദിച്ച ദക്ഷനും അദ്ദേഹത്തിൻ്റെ അനുകൂലികളും എന്നെ വെറുതെ ദ്വേഷിക്കുന്നവരാണ്. അതിനാൽ ദക്ഷന്റെ യാഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് ഉചിതമല്ല എന്നാണ് എൻ്റെ ഉറച്ച അഭിപ്രായം. ഏതായാലും ഞാൻ വരുന്നില്ല. ഞാൻ പറയുന്നത് വിശ്വസിക്കാതെ യാഗത്തിന് ചെന്നാൽ ഭവതിക്ക്
ക്ഷേമമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്നേഹവാത്സല്യങ്ങളെ പ്രതീക്ഷിക്കുന്നവർക്ക് ബന്ധുക്കളിൽ നിന്ന് നേരിടേണ്ടി വരുന്ന അപമാനം മരണത്തിന് പോലും വഴിതെളിച്ചേക്കാം. ഇങ്ങനെ സതീദേവിയോട് ഭഗവാൻ ഉപദേശിക്കുകയാണ്. ദക്ഷന്റെ യാഗത്തിന് വിളിക്കാതെ ചെന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, അവിടെ ചെന്നാൽ ദേവിക്ക് സന്തോഷത്തോടെ തിരികെ വരാൻ കഴിയില്ലെന്നും അപമാനഭാരം സഹിക്കേണ്ടി വരുമെന്നും അപ്പോൾ അനുഭവപ്പെടുന്ന ആ വാക്കുകളുടെ തീഷ്ണത കൊണ്ട് 1000 ശത്രുക്കളുടെ ആയുധങ്ങൾ കൊണ്ടുള്ള മുറിവിനേക്കാൾ വലുതാണ് ഹൃദയത്തിനുണ്ടാകുന്ന വേദനയും ആഘാതവും എന്നും ഭഗവാൻ പറഞ്ഞു മനസ്സിലാക്കുകയാണ്. എന്നാൽ ദേവി അറിയുന്നില്ല. അതിനു മുമ്പ് ഈ പ്രജാപതികളുടെ യാഗത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ദക്ഷനെ നമസ്കരിക്കുകയോ എഴുന്നേൽക്കുകയോ ചെയ്യാത്തത് കൊണ്ട് ദക്ഷൻ ഭഗവാനെ ആക്ഷേപിച്ചതും പരസ്പരം ശാപവചനങ്ങളൊക്കെ ഉരുവിട്ടതുമൊന്നും ദേവിയോട് പറഞ്ഞില്ല. ദേവിയുടെ മനസ്സ് വിഷമിപ്പിക്കണ്ട എന്ന് കരുതി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് ഒരുപക്ഷെ ദേവിയോട് ഭഗവാൻ പറഞ്ഞിരുന്നുവെങ്കിൽ തൻ്റെ ഭർത്താവിനെ നിന്ദിച്ച സ്ഥലത്തേക്ക് ദേവി ഒരുപക്ഷെ പോകാൻ ആഗ്രഹിക്കുകയില്ലായിരിക്കും. ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ കൈലാസപർവ്വതത്തിന് മുകളിലൂടെ യക്ഷകിന്നര ഗന്ധർവാദികളും മറ്റ് ദേവസ്ത്രീകളും തൻ്റെ സഹോദരിമാരും ഒക്കെ ഭർത്താക്കന്മാരോടും ഒക്കെ ഒരുമിച്ചിങ്ങനെ അണിഞ്ഞൊരുങ്ങി സുന്ദരികളായി പോകുന്നത് കണ്ടപ്പോൾ തൻ്റെ പിതൃഗ്രഹത്തിലേക്ക് ആരും വിളിക്കാതെ തന്നെ തനിക്ക് കടന്നു ചെല്ലാൻ കഴിയുമല്ലോ, അതിനുള്ള അവകാശമുണ്ടല്ലോ എന്ന് ദേവി ചിന്തിച്ചു പോയത് ഒരു ദേവിയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഒരു തെറ്റല്ല. എന്നാൽ അപമാനിതനും ശാപഗ്രസ്തനുമായ ശിവഭഗവാൻ അതിനു മുമ്പ് നടന്ന ആ ശാപകാര്യങ്ങളെക്കുറിച്ചും അപമാനത്തെക്കുറിച്ചും ദേവിയോട് പറഞ്ഞില്ല എന്നൊരു തെറ്റും അവിടെ സംഭവിച്ചു. പറഞ്ഞിരുന്നെങ്കിൽ തൻ്റെ അച്ഛനേക്കാൾ പ്രിയപ്പെട്ടത് തൻ്റെ ഭർത്താവ് തന്നെയാണെന്നോ ദേവിക്ക് അറിയാമായിരുന്നു. ദേവി ഒരുപക്ഷെ പോകില്ലായിരുന്നു. ഒരു പക്ഷേയല്ല, ദേവി പോകില്ലായിരുന്നു. പക്ഷേ ദേവിയുടെ കർമ്മം, ദേവി ദക്ഷയാഗത്തിൽ ദക്ഷന്റെ ആ നിന്ദയിൽ തൻ്റെ ഭർത്താവിനെ നിന്ദിക്കുന്നതും തിരിച്ച് ഭർത്താവിൻ്റെ വചനങ്ങളെ ധിക്കരിച്ച് തിരിച്ചു വരികയും ചെയ്തിട്ട് ഇനി തിരികെ ചെല്ലുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ അതിലും ഭേദം സ്വന്തം ശരീരം യാഗ അഗ്നിയിൽ നശിപ്പിക്കുന്നത് തന്നെയാണെന്ന് ദേവിക്ക് തോന്നുകയും ആ യാഗശാലയിൽ ദേവി സ്വന്തം ശരീരത്തെ ഇല്ലാതാക്കുകയുമാണ് ഇനിയുള്ള ഭാഗങ്ങളിൽ ചെയ്യുന്നത്. അതാണ് ഇനി നമുക്ക് 4-ാമത്തെ അധ്യായത്തിൽ പഠിക്കുവാനുള്ളത്, വിവരിക്കുവാനുള്ളത് സതീദേവിയുടെ ദേഹത്യാഗമാണ്. അത് അടുത്ത ഭാഗത്ത് ചർച്ച ചെയ്യാം. അപ്പോൾ ഇതെല്ലാം സതീദേവിയായും ദക്ഷന്റെ മകൾ ദാക്ഷായണി സതീദേവി, പിന്നീട് പാർവതീദേവിയായി പർവ്വതേശ്വരന്റെ മകളായി വരുന്ന ദേവിയും ഇതെല്ലാം യോഗമായാദേവിയായ ഭഗവാന്റെ അന്തർശക്തി തന്നെയാണ്. ഈ ദേവിയാണ് നമ്മുടെ ശരീരത്തെയൊക്കെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങളാൽ. ഈ ശരീരം ഈ പ്രകൃതിയാകുന്ന ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് കടന്നു പോകുമ്പോൾ മായയിൽ നിന്ന് നമ്മൾ മോചിതരാകുന്നു. അതുവരെയും നമ്മളൊരു മാജിക് ഷോ കാണാനിരിക്കുകയോ ഒരു 3Dയോ 5Dയോ പിക്ചറൊക്കെ കാണാനിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന കണ്ണടയില്ലേ, ആ കണ്ണടയിലൂടെ നോക്കുമ്പോൾ നാം കാണുന്ന വ്യത്യസ്തമായ മായ കാഴ്ചകൾ പോലെ ദേവി തരുന്ന ഈ ശരീരത്തിൽ ഈ പ്രപഞ്ചഘടനയിലേക്ക് വന്ന് നാം ഓരോ ആത്മാക്കളും വന്നു പെടുമ്പോൾ ഈ ശരീരം ആകുന്ന ആ മാജിക് എടുത്ത് നമ്മുടെ ദേഹത്തണിയുമ്പോൾ നമ്മൾ മായാലോകത്ത് പെടും. നമ്മൾ ആരാണെന്നോ എന്തിനാണോ ഇവിടെ വന്നതെന്നും ആരാണ് നമ്മളെ വിട്ടതെന്നും നമ്മുടെ യഥാർത്ഥ വാസസ്ഥലം എവിടെയായിരുന്നുവെന്നും നമ്മുടെ അച്ഛൻ ആരാണ് അമ്മ ആരാണ് ഇതൊന്നും നാം അറിയാതെ ഇവിടെ കാണുന്ന കുറച്ച് ബന്ധങ്ങളും ഇവിടെ നടക്കുന്ന കുറേ സംഭവങ്ങളും ഒരു നാടകത്തിൻ്റെ ഭാഗമായി തോന്നേണ്ട കാഴ്ചകളെ സ്വന്തം ജീവിതമാണെന്ന് തെറ്റിദ്ധരിച്ച് മായാഭ്രമത്തിൽ മുഴുകി നാം ഇവിടെയൊക്കെ ജീവിച്ച് കരഞ്ഞ് വിലപിച്ച് ദുഃഖിച്ച് പിന്മാറുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നാം വ്യത്യസ്തരായി മാറണമെങ്കിൽ ഈ മായാബന്ധത്തിൽ നിന്ന് മോചിതരാവുക തന്നെ വേണം. അതിന് സഹായിക്കുന്നത് നമ്മെ ദേവിയാണ്. സത്യസ്വരൂപനായ ഭഗവാനെ ഹൃദയത്തിൽ സ്ഥിരമായി ഉറപ്പിച്ചതിന് ശേഷം ആ ഉറപ്പിൻ്റെ ഉള്ളിലൂടെയാണ് നാം ദേവിയെ തിരിച്ചറിയുന്നത്.
ഭഗവാനെ അന്വേഷിക്കുന്ന ഓരോ വ്യക്തിയും അവസാനം ഭഗവാനിൽ എത്തിച്ചേരുവാൻ, ഭഗവാനിൽ തന്നെ മനസ്സ് ഉറച്ചു കഴിയുമ്പോൾ നാം ദേവിയിലേക്ക് തന്നെ കടന്നു ചെല്ലും. കാരണം നമ്മൾ അന്വേഷിക്കുന്ന ഒരു ഗൃഹം അല്ലെങ്കിൽ ഒരു കൊട്ടാരം, അല്ലെ നാം എത്തിച്ചേരേണ്ട ഒരു വലിയ പ്രധാന സ്ഥലം, അവിടേക്കുള്ള വഴിയിലൂടെ അനേക കാലം സഞ്ചരിച്ച് നാം ആ വഴിയിലെത്തി, ആ കൊട്ടാരത്തിൻ്റെ വാതിക്കലെത്തി. അപ്പോഴാണ് അതിൻ്റെ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നതായിട്ട് നാം കാണുന്നത്. ആ ഗേറ്റ് തുറന്നു തന്നാൽ മാത്രമേ നമുക്കതിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയൂ. ആ ഗേറ്റാണ് ദേവി. നാം അനേക കാലം ഏകാന്ത ചിന്തയോടുകൂടി ആ ഒരേ വഴിയിലൂടെ സഞ്ചരിച്ച് ആ ഭഗവാനാകുന്ന ആ മണിമണ്ഡപത്തിലേക്ക് നാം എത്തുമ്പോൾ അവിടം തുറന്നു തരേണ്ട ആളാണ് ദേവി. ആ ദേവിയെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉടമസ്ഥയായി നാം എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതും ഭഗവാനിലേക്കുള്ള ആ വാതിൽ തുറന്നു തരേണ്ട ആ ശക്തിസ്വരൂപിണിയായ ദേവിയെ എല്ലായ്പ്പോഴും ഹൃദയത്തിൽ കൊണ്ട് നടക്കുക തന്നെ വേണം. അപ്പോൾ ദേവിയുടെയും ഭഗവാന്റെ പാദങ്ങളിൽ കർമ്മങ്ങളൊക്കെ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ.